ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ പവർ വിഷൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണമേ. നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും കേൾക്കാത്തതും കാണാത്തതുമായ കാര്യങ്ങൾ ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. വാർത്തകൾ അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മൂലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ വീട്ടിൽ പ്രഭാതത്തിൽ തന്നെ എത്തും, ടെലിഫോണിൽ രാത്രി തന്നെ എത്തും. അതുകൊണ്ട് നമുക്ക് മനുഷ്യരെ ഭയമായിരിക്കുന്നു. പണ്ടൊക്കെ പേപ്പട്ടി ശല്യം, കാട്ടുമൃഗങ്ങളുടെ ശല്യം എന്നൊക്കെ പറയുമായിരുന്നു. അതെല്ലാം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റി. പക്ഷേ നമ്മൾ വഴിയിൽ കാണുന്ന മനുഷ്യർ എന്തു ക്രൂരതയും ചെയ്യുന്നവരാണ്. മനുഷ്യൻ മനുഷ്യനെ കടിക്കുകയും കൊല്ലുകയും ചെയ്യും എന്ന് വന്നാൽ എല്ലാവരും കൊലയാളികളായി മാറുകയോ അല്ലെങ്കിൽ നാട് വിട്ടുപോവുകയോ ചെയ്യേണ്ട അവസ്ഥ വരും. ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാനില്ല, കുറേയൊക്കെ സഹിക്കുക, കുറേയൊക്കെ ക്ഷമിക്കുക, ബോധവൽക്കരിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നാട് വിട്ടു പോകാൻ പറ്റൂലല്ലോ. എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിടുന്നില്ല. ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം മനുഷ്യനിൽ മാറ്റങ്ങൾ വരുത്തും. ഇന്നത്തെ സന്ദേശത്തിന് എങ്ങനെ പേര് കൊടുക്കാം? നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കുക. പണ്ടൊരു ആത്മീയ ഉപദേഷ്ടാവ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ സ്നേഹിതൻ ആരാന്ന് പറയൂ, എന്നാൽ നീ ആരാണെന്ന് ഞാൻ പറയാം. നമുക്ക് എല്ലാം ഒന്നും നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. 2 വയസ്സുവരെ 3 വയസ്സുവരെ കുട്ടികൾ നമ്മുടെ മടിയിലും നമ്മുടെ കൈയെത്തുന്ന ദൂരത്തും ആയിരുന്നു. അന്ന് അവർ നമ്മളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിട്ട്. എന്നാൽ 3 വയസ്സ് കഴിയുമ്പോൾ അവരെ നമ്മൾ നഴ്സറിയിലോട്ട് വിടും, ഡേ കെയറിൽ വിടും. 4-5 മണിക്കൂർ അവിടെ ചെലവഴിച്ചിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് സ്വഭാവത്തിൽ മാറ്റും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും പിന്നെ ഈ കുട്ടികളുടെ സ്വഭാവം, വസ്ത്രധാരണം, വാക്കുകൾ എല്ലാം ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇച്ചിരൂടെ കഴിയുമ്പോൾ, 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പറയുന്നതെല്ലാം മണ്ടത്തരം, മിസ് പറയുന്നതെല്ലാം സത്യം. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഫ്രണ്ട്സ് കാണിക്കുന്നതാണ് കറക്റ്റ്. ഇങ്ങനെ പോവുകയാണ്. ഒരിക്കലൊരു വിദ്യാഭ്യാസ വിദഗ്ധൻ്റെ മകൾ നഴ്സറി സ്കൂളിൽ നിന്ന് വന്ന് പൊട്ടത്തെറ്റ്, ഇംഗ്ലീഷിലൊരു പൊട്ടത്തെറ്റായ വാക്ക് സ്പെല്ലിങ് കാണാതെ പഠിക്കുക. അപ്പോൾ പപ്പ പറഞ്ഞു, മോളെ അത് തെറ്റാണല്ലോ. പപ്പയ്ക്കാണോ അറിയാവുന്നത്, എൻ്റെ ടീച്ചർക്കാണോ അറിയാവുന്നത്? പപ്പ എന്ത് പറഞ്ഞാലും ഞാൻ മാറ്റി പറയത്തില്ല, എൻ്റെ ടീച്ചർ പറഞ്ഞതാണ്. ആ ടീച്ചറെ പഠിപ്പിക്കുന്നയാളാണ് പപ്പ. പക്ഷെ പിള്ളേരുടെ മനസ്സിലോട്ട് അത് കയറത്തില്ല. അത്രയ്ക്ക് അവർ അഡിക്റ്റാണ് ആ പ്രായത്തിൽ. ഇച്ചിരി കഴിയുമ്പോഴേക്കും അവിടുന്നും പോയി. പിന്നീട് സുഹൃത്തുക്കൾ പറയുന്നതാണ് കുട്ടികളെ ബാധിക്കുന്നത്. 1 സങ്കീർത്തനം 1 വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ജീവിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ.
ബൈബിളിൽ 150 എപ്പിസോഡായിട്ടുള്ള ഒരു സംഗീത പുസ്തകമുണ്ട്. അതാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ദാവീദാണ് ഇതിനകത്തെ പ്രധാന എഴുത്തുകാരൻ. ആസാഫ് എഴുതിയിട്ടുണ്ട്, കോരഹപുത്രന്മാർ എഴുതിയിട്ടുണ്ട്, ശലോമോൻ എഴുതിയിട്ടുണ്ട്, ഹേമാൻ എഴുതിയിട്ടുണ്ട്, ഏഥാൻ എഴുതിയിട്ടുണ്ട്, മോശ എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 150 ഗീതങ്ങളാണ് ഇതിനകത്തുള്ളത്. 2461 വാക്യങ്ങളിലായിട്ടാണ് ഇത് കിടക്കുന്നത്. BC 1440 മുതൽ 430 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇത് എഴുതപ്പെട്ടത് എന്നൊക്കെയാണ് വേദശാസ്ത്രികൾ പറയുന്നത്. ഈ സംഗീത മുറിയുടെ ആദ്യത്തെ എപ്പിസോഡാണ് സെപ്പറേഷൻ. നിങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. മനുഷ്യരങ്ങനെയാണ്, സാമൂഹ്യ ജീവിയാണ്. വിശേഷാൽ കൂട്ടുകാരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കും. ആ കൂട്ടുകാരുടെ സ്വഭാവം, ദുഷ്ടന്മാർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവബോധമില്ലാത്തവർ, പാപികൾ, പരിഹാസികൾ. ആ പരിഹാസികൾ എന്നുള്ളതിനൊരു തർജ്ജമ ഞാൻ നോക്കിയത്, ദൈവവചനത്തെയും ദൈവിക കാര്യങ്ങളെയും ഫണ്ണായിട്ട് കാണുന്നവർ, വെറും ദോഷത്തരം പോലെ കളിയാക്കി പറയുന്നവർ, അവരാ പരിഹാസികൾ. നമ്മളെ പരിഹസിക്കുന്നവരെന്നല്ല, ദൈവത്തെ പരിഹസിക്കുന്നവർ. അപ്പം ദൈവബോധമില്ലാത്ത ആളുകളുമായിട്ട് കുട്ടികൾ കൂട്ടുകൂടിയാൽ ആ കുട്ടികളുടെ വഴി തെറ്റും. കൊണ്ടൊരു കൊച്ചു ചിന്ത ഇന്നത്തെ കാലഘട്ടത്തോട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാരാരാന്ന് അന്വേഷിക്കുക. വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.